മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായി 2 വർഷം പൂർത്തിയാകും മുൻപാണ് മേപ്പാടി പഞ്ചായത്തിൽ വീണ്ടും ഒരു മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടാകുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ദുരന്തത്തിന്റെ തലേന്ന് കനത്ത മഴ പെയ്തെങ്കിലും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം. ഒരു വലിയ ദുരന്തത്തിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലും ഭരണകൂടം എന്തുകൊണ്ട് പാഠം പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ജൂലൈ മാസം 7-ാം തീയതി രാവിലെ 10 മണിയോടെയാണ് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടാകുന്നത്. ദുരന്തത്തിന്റെ തലേദിവസം പ്രദേശത്ത് കനത്ത മഴ പെയ്തിരുന്നു. 230 മില്ലിമീറ്ററിലധികം മഴയാണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയത്. എന്നാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനോ പ്രദേശത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനോ ഭരണകൂടം തയ്യാറായില്ല. കൂടാതെ തുരങ്കപാത നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് അപകട ഭീഷണി ഉയർത്തുന്നു മനസ്സിലാക്കിയിട്ടും മണ്ണ് നീക്കം ചെയ്യാനോ പ്രദേശത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനോ ഭരണകൂടം യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. നമുക്കറിയാം, ഇന്നലെ രാത്രി അത്രയും ശക്തമായ മഴ, ഏകദേശം 200 മില്ലിയോളം കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട്. ആ മഴ ലഭിച്ചിട്ടും കളക്ടർ ഭാഗത്തു നിന്നും യാതൊരുവിധ ഉത്തരവ് ഇറക്കിയില്ല. ഇന്ന് രാവിലെ സ്കൂൾ കുട്ടികൾ പോയതിന് ശേഷം, അതായത് 8 മണിക്ക് ശേഷമാണ് ഒരു ഓർഡർ ഇറക്കുന്നതും പ്രാദേശികമായി ഈ പ്രദേശത്തെ സ്കൂളുകളിലെ കുട്ടികൾക്ക് ലീവ് അനുവദിച്ചതും. ഒരുപാട് കുട്ടികൾ അതിനു മുമ്പ് തന്നെ ടൗണുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലേക്ക് എത്തി അവർ തിരിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായി. എന്തായാലും ഈ രീതിയിലുള്ള ഇടപെടലുകൾ ഈ ഭാഗത്തുള്ള ജനങ്ങളെന്ന നിലയിൽ ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. 2024 ചൂരൽമല ദുരന്തമുണ്ടായതിന്റെ തലേന്നും അളവിലധികം മഴയാണ് പ്രദേശത്ത് പെയ്തത്. അന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പ്രദേശത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനോ മാറി താമസിച്ചൊന്ന് ഉറപ്പുവരുത്താനോ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. 3 വലിയ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടും എന്തുകൊണ്ട് ഭരണകൂടം വേണ്ടത്ര മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് ഉയർന്ന വിമർശനം. ഒരു മഹാദുരന്തത്തിന്റെ നേരനുഭവം കൺമുമ്പിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഭരണകൂടം വേണ്ടത്ര മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാത്തത് എന്നാണ് കള്ളാടി ദുരന്തത്തിന് ശേഷം ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.